സമയം ഒരു 4:45 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇന്ന് നല്ല സുന്ദരി മണിയായിട്ട് അമ്പലത്തിലേക്ക് വിട്ടേക്കാണ്. സാധാരണ അമ്പലത്തിൽ പോകുന്ന പോലെയല്ല, ഇത്തവണ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്റെ വീട് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മുടെ നാട്ടില് വളരെ പ്രസിദ്ധമായിട്ടൊരു അമ്പലമുണ്ട്, തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രം. അപ്പൊ നമ്മുടെ തിരുമാതാംകുന്നിലെ പൂരം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആദ്യത്തെ ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ പൂരം തുടങ്ങുന്നതിന് മുന്നേ പുലർച്ചെ പോയി ഞാൻ തൊഴുതാണ്. ഈ കാണുന്ന വലിയ സ്റ്റെപ്പില്ലേ, ഇവിടെ ഒരു മുട്ടുസൂചി വീണാൽ പോലും താഴേക്ക് എത്താത്ത അത്രയും ആൾക്കാരായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. അവിടുന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടെ കണ്ടു, ഞങ്ങൾ പറഞ്ഞു വന്നത് തന്നെയാണ്. പിന്നെ ഇത് നമ്മളെ പൂരത്തിന്റെ ബുക്കാണ്. ഇതിനകത്ത് ഈ 11 ദിവസങ്ങളിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് വ്യക്തവും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു, കാരണം എനിക്ക് ഇന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടോ സുന്ദരിയുള്ള. പിന്നെ നേരെ അടുത്തുള്ള ഒരു അമ്പലത്തിലും കൂടെ പോയി, കാരണം ഇന്നൊരു ഭക്തി മാർഗത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പൂരത്തിന് പോകട്ടോ. പൂരം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആയിരിക്കും. ഇനി അങ്ങോട്ട് അങ്ങാടിപ്പുറം വഴി എങ്ങോട്ടേലും പോകേണ്ട ആൾക്കാരാണെങ്കിൽ നേരത്തെ ഇറങ്ങിക്കോട്ടോ. അങ്ങനെ ഈ വർഷത്തെ പൂരം നല്ല അടിപൊളിയായിട്ട് ഞാൻ കണ്ടു. തിക്ക് തിരക്ക് എന്ന് പറഞ്ഞാൽ അത്ര തിരക്കാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല സന്തോഷത്തോടെ കണ്ടു. ലോകത്ത് എവിടെയാണെങ്കിലും ഈ ദിവസം ഇവിടെ എത്തിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പൂരം പുറപ്പാട് കാണാൻ പറ്റിയില്ലെങ്കിൽ, പീരിയഡ്സ് ഒക്കെ ആവുകയാണെങ്കിൽ ഭയങ്കര സങ്കടമാട്ടോ. അയ്യോ പോകാൻ പറ്റിയില്ലല്ലോ. ഇപ്രാവശ്യം എനിക്ക് എന്തായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടായി. നല്ല തിരക്കി നിന്നിട്ടാണെങ്കിലും ദേവീനെ കാണാൻ പറ്റിയേട്ടോ. പിന്നെ പൂരപ്പറമ്പൊക്കെ ഫുൾ ഓൺ ഫുൾ പവറാണ്. വെയിലും ഇതൊന്നും ആർക്കും ഒരു ബാധകമല്ല. സാധാരണ പണ്ട് തൊട്ടേ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സിനെയും നാട്ടുകാരെയൊക്കെ നമ്മൾ അവിടെ ഇവിടെയും വെച്ച് കാണുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഈ പൂരം തുടങ്ങി കഴിഞ്ഞാൽ 11 ദിവസത്തിനകത്ത്. ദാഹിച്ച് വലഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് കുറെ വെറൈറ്റി തരം കളിപ്പാട്ടങ്ങളൊക്കെ. നേരെ പോയത് അമ്മേന്റെ അടുത്താ. ഇന്ന് അമ്മേന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ഞാനൊരു കേക്ക് വാങ്ങി ആന്റീന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടും പോയി എന്റെ കസിൻസിനെയും ഫാമിലിനെയും ഒക്കെ കണ്ടു. ഇതെന്റെ ഏട്ടന്റെ മോനാണ്. ചെക്കൻ കുട്ടി പിന്നെ ഫോൺ കണ്ടപ്പോ തന്നെ ഫോൺ വിച്ച് പറിക്കാനുള്ള തത്രപ്പാടില്ല. പിന്നെ എന്റെ ജിയമോളും ഉണ്ടായിരുന്നു അവിടെ. എന്റെ കമ്മലാണ് കേട്ടോ പുറത്തിട്ടേക്കണത്. ആൾക്ക് കാത് കുത്തിയിട്ടില്ല, പക്ഷെ കണ്ടപ്പോഴത്തേനും പിടിച്ച് വലിച്ച് അത് വാങ്ങി കാതിലങ്ങ് ഇട്ടപ്പോഴത്തേനും ആൾക്ക് സന്തോഷമായി. പിന്നെ എന്റെ കസിൻസും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഞാൻ വീഡിയോ എടുത്തില്ല, മറന്നു. അങ്ങനെ വേറൊരു അടിപൊളി ദിവസം കൂടെ എന്റെ ലൈഫിൽ തീർന്നു. അപ്പൊ വേറെ വീഡിയോയിൽ കാണാം. ബൈ.